ഗൈസ്, വെൽക്കം ടു ലക്ഷ്മി കുട്ടീസ് വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? മുട്ടക്കറിയും നൂൽപുട്ടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിത്തല. നമ്മൾ ആദ്യം ഉള്ളി ഇടുന്നു. ഉള്ളി ഇട്ടു. വാഴയിൽ വെറുതെ ഇറക്കി കൊടുക്കാം. നമുക്ക് അത് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇടുക. അപ്പോൾ വേഗം ഉള്ളി വഴണ്ട് വരും. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം. ഉള്ളി നല്ല വഴണ്ട് വെച്ച് എല്ലാം ഇളക്കി കൊടുക്കണം. ഉള്ളി നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ട് ബ്രൗൺ കളറായി വെക്കാം ഉള്ളി. ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടു ചതച്ചത്. തക്കാളി, മുട്ടക്കറിയുടെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഇന്ന് രാവിലത്തെ ഭക്ഷണം നൂൽപുട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഉണ്ടായി നൂൽപുട്ട് എന്നൊക്കെ നോക്കിയും ഇടിയപ്പം. അങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ വഴണ്ട് വരാറായി. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി. ഈ വലിയ സ്പൂണിന് 2 സ്പൂണ്. കറി എത്ര വേണമെന്ന് അതിനനുസരിച്ച് മല്ലിപ്പൊടി കൂട്ടാം. മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ ഒരു 1/2 സ്പൂണ്. എരിവില്ലാത്താണെങ്കിൽ 1 സ്പൂൺ 1.5 സ്പൂൺ ഇടാം കേട്ടോ, എരിവ് വേണ്ടവർക്ക്. അങ്ങനെ ഉള്ളി മസാല വഴണ്ട് വരികയാണ്. ഈ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു കാര്യമുണ്ടേ, ഇതൊന്ന് ഓഫ് ചെയ്യുക, ഒന്ന് ആറട്ടെ. നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ടേ ഒരു 6 ലിറ്റർ ഒന്ന് അടിച്ചെടുക്കണം. എന്നാലാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റും ഒരു കുറുകിയ പോലെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം അതിൽ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് മുട്ട തൊലി പൊളിക്കാം. അത് ആറുമ്പോഴേക്കും മുട്ട തൊലി പൊളിച്ച് വരും. നമുക്ക് മുട്ട പൊളിക്കാണ്.
എൻ്റെ പേരക്കുട്ടിക്ക് മുട്ടക്കറി നല്ല ഇഷ്ടമാണ്. രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ് മുട്ടക്കറി. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. മുട്ടക്കറി മുതലപ്പം കൂടി നല്ല രസമല്ലേ കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കണം ഇങ്ങനെ പറയണത് എന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കണം നിങ്ങളുണ്ടാക്കുന്നതായിട്ട് വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കി ഇഷ്ടാവും ആയിരിക്കും. ആ ബീൻ ബാഗ് കൊണ്ട് നമ്മൾ ഇട്ടേക്കുന്ന എന്തെങ്കിലും തീയുടെ അംശം ചെന്ന് കഴിഞ്ഞാൽ അത് തീർന്നു, അതിൻ്റെ സ്റ്റിച്ചും പോകും. എന്തെടുക്കോ എങ്ങനെയുണ്ട്? പിന്നെ കുളിച്ചിട്ടിരിക്കും. കുറച്ച് കളിയാറായിട്ടോ. അവളാണോ ഇഷ്ടം എവിടെ അപ്പം സദ്യയൊക്കെ കൊടുക്കുന്നത്? അവിടെ തന്നെയാണോ? ചായവെല്ലാം വിളിച്ചോ? ചായവെല്ലാം വിളിച്ചോ? ഇന്നലെ എന്നോട് ചോദിച്ചു എന്താ ഉണ്ടോന്ന്, നാട്ടിലുണ്ടോന്ന്. നമുക്ക് വേണ്ടിയില്ല, എല്ലാം ഞാൻ ഇവിടെ അറിയാം. അമ്മ ബാലുവിനെ വിളിക്കുകയല്ലേ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ മുട്ട പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതാ പിന്നെ ശ്രീകുമാറിന്റെ അങ്ങനൊന്നും പറ്റില്ല കേട്ടോ. അവർക്കൊരു അവർക്ക് ഒന്നും തന്നിട്ടില്ല പൈസ. അവരുടെ ആ ഒരു കാര്യം ശ്രീകുമാറിന്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ ഉള്ളിയും തക്കാളിയും ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് കറക്കണം. ചൂടുണ്ട്. റെഡിയാവും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിക്കും. അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇവിടെ ഒഴിക്കുക. നമ്മുടെ വെക്കുന്ന പാത്രത്തിലേക്ക് ആക്കുക. വെള്ളം ഒഴിക്കുക. ജാറൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുക. വെള്ളം വേണ്ടത് അവനവന് ആവശ്യമുള്ള വെള്ളം. ചാറ് എത്ര കൊണ്ട് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം വയ്ക്കുക കേട്ടോ. നമുക്കൊക്കെ ചാറ് വേണ്ട, നല്ല കൊഴുപ്പായി.
അപ്പോൾ ഒരു ചാറ് തരാം. അത്ര ചാറായി നമുക്ക് തീയൊന്ന് നമുക്ക് കത്തിക്കട്ടോ. കത്തിച്ചു. ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണല്ലോ. മഞ്ഞൾപ്പൊടി ഇത്രയും മതി കേട്ടോ. ഉപ്പ് നോക്കിയിട്ട്, ഇനി ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മുട്ട ഇടാമേ. ഈ ഉള്ളിത്തോലൊന്നും കളയരുത് കേട്ടോ. ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാലേ പൂച്ചെടികൾക്ക് വളമാക്കിയിട്ട് നമുക്കിടാമോ. നല്ലതാണ് ഉള്ളിത്തോല്. തക്കാളിയുടെ തോല്, ഉള്ളിത്തോല്, മുട്ടയുടെ തോലൊക്കെ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. അതൊക്കെ ഒരു കവറിലാക്കി എടുത്ത് വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ലതുണ്ടോ? കവറിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് വളം ചെടികൾക്ക് വളമായിട്ടിടാം. പൂച്ചെടികൾക്കല്ല, എല്ലാ ചെടികൾക്കും. നൂലപ്പം നല്ല കൂട്ടത്തിൽ നമുക്ക് മുട്ടക്കറി കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കഴിച്ച് നോക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്ക്. നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളയ്ക്കാറായി. ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പൊന്ന് നോക്കട്ടെ. തിളക്കട്ടെ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത് കേട്ടോ. ഇത് തിളച്ച് വരുന്നു. പൊട്ടി വരുന്നുണ്ട്. എന്താ പൊട്ടി വരുന്നു. ഒരുപാട് തിളക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മണമൊക്കെ പോവേ. അപ്പോൾ നമുക്കത് അധികം തിളച്ച് പോകരുത്. ചിക്കൻ്റെ പൊടി ഞാനിതാതെ പിടിക്കാറ് കേട്ടോ. ഇതാ ഇഷ്ടം കൂടുതൽ ഞാൻ ഉപയോഗിക്കാറ് ചിക്കൻ്റെ പൊടി. എന്താ ചിക്കൻ. അപ്പോൾ തിളച്ചു കേട്ടോ. ഗ്രേവി തിളച്ച് മുട്ട ഇടാൻ പോവാ കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ട ഇട്ടു കേട്ടോ. മുട്ട ഇട്ടു. ഒന്ന് മുട്ട
നമുക്ക് ചിക്കൻ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ പൊടി നമ്മൾ ചിക്കൻ പൊടി ഇട്ടു, ഇളക്കി കൊടുക്കുക. ചിക്കൻ പൊടിയൊക്കെ ഒന്ന് വരട്ടെ, നന്നായിട്ട് വരട്ടെ. ചിക്കൻ പൊടി ഇട്ടേ ചിക്കനൊക്കെ ഇട്ടു, ചിക്കൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാം ഇട്ടു. നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ഇത് കറിവേപ്പില, മല്ലിത്തല കേട്ടോ ഇതാണ്. മല്ലിത്തലയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടു കേട്ടോ. ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തു. അതെ കറി, മുട്ടക്കറി. ഇതാണ് നമ്മൾ മുട്ടക്കറി കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കേ, നന്നായിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ, നന്നായിരിക്കും. വെള്ളയപ്പത്തിനും നന്നായിരിക്കും, നൂൽപുട്ടിനും നന്നായിരിക്കും. മുട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടേ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടോ ആദ്യം എൻ്റെ മരുമകൾക്ക് കൊടുക്കണം കേട്ടോ. ടേസ്റ്റ് അവൾ പറയും നന്നായിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ കേട്ടോ. അടിപൊളി. ഒരിച്ചിരി ഉപ്പ് വേണം, വേറെ കുഴപ്പമില്ല. സൂപ്പറായിട്ടുണ്ട്. ഞാൻ കുറച്ചിട്ടതാ, പ്രഷറൊക്കെ അല്ലേ. നന്നായിട്ടുണ്ട്. സോഫ്റ്റ് ഇടിയപ്പം. അപ്പം ഞങ്ങളിത് കഴിഞ്ഞിട്ട് ചെയ്യണേ. എല്ലാവരും കഴിച്ച് നോക്കണം. സൂപ്പർ. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.